അതേസമയം അതിഥികളെ ക്ഷണിച്ചത് കേന്ദ്ര സർക്കാർ എന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു. അതെ, ഇവിടുന്ന് നമ്മുടെ പ്രപ്പോസൽ കൊടുത്തതിന് വ്യത്യസ്തമായി ഇനിയാളോട് വേണം എന്നവിടെ നിർദ്ദേശിക്കുമ്പോൾ ആ പേരോട് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നു. നമ്മളിവിടെ ആരെയും പ്രതിപക്ഷത്തിന് ഉപേക്ഷിച്ച് നിങ്ങളൊരു കാര്യം ചെയ്യും പരിശോധിച്ച് നോക്കും. 21-ാം തീയതി ഞങ്ങൾ നമ്മുടെ ULCCയുടെ ക്രാഫ്റ്റ് വില്ലേജിലാണ് സംഘാടക സമിതി കൂടിയത്. ആ യോഗത്തിൽ സ്ഥല MLAയും MPയും ക്ഷണിച്ചിരുന്നു. രണ്ടുപേരും പ്രതിപക്ഷത്തെ ആളുകളാണല്ലോ. അന്ന് അവർ പങ്കെടുത്തില്ല. നിങ്ങൾ മിനിസ്റ്ററിനോട് വിളിച്ച് ചോദിക്കുക. അദ്ദേഹം എന്നോട് വിളിച്ച് പറഞ്ഞു, ഞാനിങ്ങനെ കാസർഗോഡ് ഒരു പരിപാടി ആയതുകൊണ്ട് പങ്കെടുക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞൊരു മാന്യത കാണിച്ചു. പക്ഷേ MP അതും പറഞ്ഞില്ല. ഇവർ രണ്ടുപേരും പങ്കെടുത്തില്ല. അതിനുശേഷം ഞങ്ങൾ വീണ്ടും 23-ാം തീയതി സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം വെച്ചു. രണ്ടുപേരും ക്ഷണിച്ചു, രണ്ടുപേരും വന്നില്ല. എന്നിട്ടും ഞങ്ങൾ വീണ്ടും ഇവരുടെ പേര് ഉൾപ്പെടുത്തിയാണ് മുന്നോട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഇവരെ ആരെയും ഉപേക്ഷിച്ചിട്ടില്ലല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ ഈ പൊളിറ്റിക്സ് പറഞ്ഞു ഇല്ല, അത് അവർ ചെയ്യട്ടെ. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. നമുക്ക് ക്ഷണിക്കാനുള്ള അവകാശം പോലെ തന്നെ നിരാകരിക്കാനുള്ള അവകാശം അവർക്കും ഉണ്ട്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂര്യഗായത്രിയുണ്ട്. സൂര്യ, വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കില്ല എന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്. തന്നെ ഉദ്ഘാടന പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ല, കത്ത് സാധാരണമായി വന്നതാണ് എന്ന് പറയുന്നു. അതേസമയം തന്നെ ഈ അതിഥികളെ ക്ഷണിച്ചത് കേന്ദ്ര സർക്കാർ ആണ് എന്നാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ഘട്ടത്തിൽ അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള മത്സരമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ കമ്മീഷനിങ്ങിന്റെ സമയം അടുക്കുന്ന ഘട്ടത്തിൽ ആർക്കൊക്കെയാണ് ക്ഷണം, എവിടെയൊക്കെയാണ് ഈ ക്ഷണിച്ചവർക്കുള്ള ഇരിപ്പിടം എന്നതിലൊക്കെയുള്ള ചർച്ചയും വിവാദങ്ങളുമാണ് ഉയരുന്നത്. ഇനിയിപ്പോൾ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതിനായിട്ട്. നാളെ പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തും. അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുറമുഖത്ത് പൂർത്തിയായി കഴിഞ്ഞു. അതീവ സുരക്ഷയാണ് കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതിലിപ്പോൾ ആരൊക്കെയാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് ക്ഷണമുള്ളത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ മന്ത്രി VN വാസവൻ പറഞ്ഞത് പ്രകാരം ഗവർണർ, മുഖ്യമന്ത്രി, കേന്ദ്ര ഷിപ്പിംഗ് പോർട്ട് മന്ത്രി, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, അതുപോലെ തന്നെ MP ശശി തരൂർ, A റഹീം, മേയർ കരൺ അദാനി, ഗൗതം അദാനി, അതുപോലെ തന്നെ VN വാസവൻ, ശിവൻകുട്ടി, GR അനിൽ, സജി ചെറിയാൻ, M വിൻസെന്റ് MLA എന്നിവർ ഉൾപ്പെടെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരുൾപ്പെടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറയുന്നത്. ഇതിൽ മറ്റൊരു വിവാദമാകുന്നത് അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ പേരാണ്. മറ്റ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ പേരുകളൊന്നും തന്നെ ഈ ലിസ്റ്റിലില്ല. രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് എത്തരത്തിൽ ലിസ്റ്റിൽ വരുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത്. പക്ഷേ ഒരു പാർട്ടിയുടെ അധ്യക്ഷനായിട്ടല്ല, മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഈ ക്ഷണിതാവ് എന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് മന്ത്രി VN വാസവൻ നൽകിയിരിക്കുന്ന പ്രതികരണം. ആവർത്തിച്ച് എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോഴും മുൻ കേന്ദ്രമന്ത്രി എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. പക്ഷേ കേന്ദ്രം നിർദ്ദേശിച്ചു, അത് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ആരൊക്കെയാണ് പരിപാടിയിൽ സംസാരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടൊപ്പം വേദിയിൽ പങ്കെടുക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്നുള്ളതും മന്ത്രി VN വാസവൻ പറയുന്നുണ്ട്. എന്തായാലും രാവിലെ തനിക്ക് ക്ഷണമൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവിന്റെ പേര് ഉണ്ട് എന്നുള്ളതാണ് മന്ത്രി VN വാസവൻ പറയുന്നത്. പക്ഷെ ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് അത് കേന്ദ്രമാണ് എന്നുള്ളതും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ജനപ്രതിനിധികളല്ലാത്തവരിൽ ഈ ഗൗതം അദാനി, കരൺ അദാനി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖർ ആണ്. മറ്റുള്ളവരൊക്കെ MPമാരും MLAമാരും മന്ത്രിമാരും ഒക്കെയാണ് എന്നുള്ളതാണ്. എന്തായാലും ചടങ്ങിൽ പങ്കെടുക്കില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. തനിക്ക് എവിടെയാണ് ഇരിപ്പിടം എന്നത് ഉൾപ്പെടെ വ്യക്തമാക്കാത്തൊരു ക്ഷണക്കത്ത് ലഭിക്കുന്നുണ്ട് എന്നുള്ള വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും വരും മണിക്കൂറിൽ ഈ വിഴിഞ്ഞം തുറമുഖം കമ്മീഷനിങ്ങിന്റെ ഒരുക്കങ്ങളും അതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് ഉൾപ്പെടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടതിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ ചർച്ചയാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എന്നുള്ളത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് അടക്കം തനിക്ക് ക്ഷണം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന് ക്ഷണമുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ അത്തരത്തിൽ ഒരു പേര് ഉൾപ്പെടുത്തിയത് എന്നുള്ളത് കൂടി മന്ത്രി വ്യക്തമാക്കുകയാണ്. വൃന്ദ.